ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്ന് അറിയാം. അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറയാം. എൻ്റെ തൊഴിലിടാണ് കേട്ടോ. എൻ്റെ വീട് എൻ്റെ തൊഴിലിടം കൂടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വീട്ടിലിരുന്നിട്ട് അച്ചാറുണ്ടാക്കുന്ന പണിയാണ്. അപ്പോൾ ഇപ്പോൾ മാങ്ങയൊക്കെ വില കുറവുള്ള സമയമാണ്. അപ്പോൾ വാങ്ങി സ്റ്റോക്ക് വെച്ചിട്ടാണ് ഞാൻ മാങ്ങ വില കൂടുതലുള്ള സമയത്തൊക്കെ അച്ചാറുണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് വെപ്പിൻ്റെ സമയമാണ്. അപ്പോൾ അതിൻ്റെ പണിയിലാണ് കേട്ടോ. ഹെൽപ്പിന് ഒരാൾ വരാറുണ്ട്. ഇന്ന് വന്നിട്ടില്ല, ഇന്ന് വരണ്ട പറഞ്ഞ് കുറച്ചുള്ളൂ. ഇന്നലത്തെ ബാക്കി കേട്ടോ. ഇന്നലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങൾ രണ്ടുപേരും കൂടി മുറിച്ചിട്ട് ബാക്കി കുറച്ചുള്ളൂ. അപ്പോൾ അതിനിപ്പോൾ ഞാൻ കുറച്ച് നേരം ഇരുന്നാൽ അതാണ്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഒരു വീഡിയോ കണ്ടിട്ടോ. അവരെന്താ പറയണമെന്നറിയോ? നാണമില്ലേ സ്വന്തം വീട്ടുകാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാനെന്ന്. എന്നോടല്ല കേട്ടോ ചോദിക്കുന്നത്, അത് വേറെ കാര്യം. എന്നോടല്ല, ആ ഒരാൾ വേറൊരാളോട് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറയണത് എന്താണെന്നറിയോ? നമ്മുടെ കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ, എൻ്റെ ദുഃഖങ്ങളായാലും എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങളായാലും എന്തായാലും എനിക്കെന്താ പറയണോണ്ട് കുഴപ്പം? ഞാനതിനെന്തിനാ നാണിക്കേണ്ട കാര്യമില്ല, ആദ്യം പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ മറ്റുള്ളവരെ കാര്യം പറയുമ്പോഴാണ് ഞാൻ പേടിക്കൊണ്ടുള്ളൂ. അപ്പോൾ അവർ വന്ന് ചിലപ്പോൾ നമ്മളതിനെ അവർ കേസ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ നമ്മളതിനെ പിന്നെ വീട് കയറി തല്ലാൻ വരികയോ അങ്ങനെയൊക്കെ അവർ നമ്മളെ വഴക്ക് പറയുകയും ചീത്ത പറയുകയൊക്കെ ചെയ്യൂലേ മറ്റുള്ളവരെ കാര്യം നമ്മൾ പറയുമ്പോൾ. മറ്റുള്ളവരുടെ കാര്യം പറയാൻ നാണവും വേണ്ട, പേടിയും വേണ്ട. സ്വന്തം കാര്യം പറയാനാണ് നാണവും വേണ്ടത്, പേടിയും വേണ്ടത്. അതാണ് ഇപ്പോൾ ആൾ പറയുന്നത്. ആൾ പറയുന്നത് ഒരാളുടെ കാര്യമാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ പറയണത് അവരുടെ കാര്യങ്ങളാണ്, അവരുടെ വീട്ടിലത്തെ പ്രശ്നങ്ങൾ, അവരുടെ മക്കളെ കാര്യങ്ങൾ. അങ്ങനെ അവൾ ചെന്നെത്തുന്ന ഓരോ ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും അവിടെ നിന്നൊക്കെ ചെന്ന് നേരിടുന്ന കാര്യങ്ങളും അവൾ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് അവൾ പറയുന്നത്. അപ്പോൾ അതെടുത്തിട്ട് പെരുമാറുന്ന വേറെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോൾ നാണമില്ല, പേടിയില്ല. പക്ഷെ അവരപ്പോൾ ചോദിക്കുന്നത് എന്താ, നിനക്ക് നാണമില്ലേ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ പറയണത്? എൻ്റെ വീട്ടിൽ അവളെ വീട്ടിലെ കാര്യങ്ങൾ അവൾ പറയണതന്നെ അവൾ ആരെയും പേടിക്കുന്നത്, അവളെ വിഷമാവും. ചിലപ്പോൾ അവളുടെ പ്രശ്നങ്ങളാണ് അവൾ പറയുന്നത്. അതിനിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ മറ്റൊരാളെ കാര്യം പറയുമ്പോൾ നമ്മൾ പേടിക്കണം. ആൾക്കാർ ചിലപ്പോൾ നീ ആരടി എൻ്റെ കാര്യം പറയാൻ എന്നൊക്കെ ചിലപ്പോൾ, അല്ലെങ്കിൽ നീ ആരാടാ ചോദിക്കാൻ എൻ്റെ കാര്യം പറയാനെന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചെന്ന് വരും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറയാൻ നാണവും വേണ്ട, പേടിയും വേണ്ട. മറ്റുള്ളവരുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ പേടിക്കുന്നത്. അപ്പോൾ ആൾക്ക് മറ്റാളെ കുറ്റം പറയാം. ഈ വീഡിയോ ഇടുന്ന ആൾക്ക് മറ്റൊരാളെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഇടാം. പക്ഷെ അവൾക്ക് അവളുടെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ ഇടാൻ പാടില്ല. അതിന് നാണവും വേണം, പേടിയും വേണം. അതെവിടുത്തന്നെ ആയാലേ. അങ്ങനെ കുറേ വീഡിയോക്കാർ. പിന്നെ നിറയെ എൻ്റെ തൊഴിൽ എന്താ ചോദിച്ചാൽ എന്താ ജോലി എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിക്കുന്നത് എന്താ പറയുക, ജോലി ഇതന്നെ അച്ചാർ ബിസിനസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ അച്ചാർ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഓർഡർ കിട്ടുമ്പോൾ കൊറിയർ അയക്കാൻ പറ്റിയത് ഞാൻ കൊറിയർ അയക്കും. പിന്നെ ഇവിടെ അടുത്തൊക്കെ ആകുമ്പോൾ അവർ വിളിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഗൾഫിൽ കൊണ്ടുപോകുന്ന കേസൊക്കെ ആവും. അപ്പോൾ അത് നാളെ വേണം എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് വേണം എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ രാവിലെ വേണം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൊറിയർ അയക്കാനും. പിന്നെ നമുക്ക് 4 അടി നടന്നാൽ 1 കിലോമീറ്റർ അല്ലെങ്കിൽ 2-3 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞാൽ കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലൊക്കെ ആണെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അതിനാണ്ട് ഞാൻ കാൽനട യാത്രക്ക് ഇങ്ങനെ പോകുന്നത്, കാൽനട യാത്രയിലാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ ഞാൻ കൊണ്ടു കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം കുറേയൊക്കെ കൊറിയറും അയക്കാറുണ്ട് കേട്ടോ. പിന്നെ ജില്ല വിട്ടിട്ടൊക്കെ ബസ്സിൽ നിന്ന് അങ്ങനെയൊന്നും കൊണ്ടു കൊടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ 3 കിലോമീറ്റർ 5 കിലോമീറ്റർ ഒക്കെ നടന്നു കൊണ്ടു കൊടുക്കും. കാരണം നമ്മളിപ്പോൾ 1 കിലോ അച്ചാറിന് 250 രൂപയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ 250 രൂപ നമുക്ക് തരുള്ളൂ. നമ്മൾ 100 രൂപ പിന്നെ ഓട്ടോറിക്ഷ കൊടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ആ 100 രൂപ ഒന്നും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് ആകെ 250 രൂപ കിട്ടിയെങ്കിൽ അതിന് 100 രൂപ നമ്മൾ ഓട്ടോറിക്ഷ കൊടുക്കേണ്ടി വരും.
അപ്പോൾ പിന്നെ വണ്ടി അതിൽ കൊണ്ടാക്കി തരാനോ അല്ല, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല ഒന്നുമില്ല. അപ്പോൾ ഞാൻ പിന്നെ നടക്കണത് ഒന്നും നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് നടപ്പിന് ധൃതിയില്ലാത്തൊക്കെ ആണെങ്കിൽ ഞാൻ ഒരുമിച്ചത് കൊണ്ടുപോകും. ചിലർക്ക് പെട്ടെന്ന് ആവശ്യം ഉണ്ടാവും, അപ്പോൾ അങ്ങനെ കൊണ്ടുകൊടുക്കണ്ട. അപ്പോൾ അതിനായിട്ട് പോകും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതമാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ ചിലപ്പോൾ വീഡിയോ ഇട്ടാലൊക്കെ ഞാൻ ഒരാളും പേര് പറഞ്ഞ് ഇതുവരെ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇട്ട് ചിലർക്ക് കൊള്ളും, അതെന്നാണോ പറഞ്ഞ് എന്നൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞെന്ന് അവർക്ക് തോന്നിയിട്ട് അവരെൻ്റെ അടുക്ക് വരാതിരിക്കുകയോ എൻ്റെ അടുക്ക് പിന്നെ മിണ്ടാതിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തന്നെയാണ് ലാഭം. ഞാൻ പറഞ്ഞിട്ട് ആരും മിണ്ടാതിരുന്നാലും ആരും ഒഴിവാക്കിയാലും ആരും വരാണ്ടിരുന്നാലും ഒക്കെ എനിക്ക് ഒരു നഷ്ടമില്ല ഒരു കാര്യത്തിൽ. ആരെന്നെ ആയിക്കോട്ടെ, വരാതിരുന്നാലും മിണ്ടാതിരുന്നാലും ഉപേക്ഷിച്ചാലും നമ്മുടെ വില വെക്കാണ്ടിരുന്നാലും ഒന്നും നമുക്ക് വേണ്ട റെസ്പെക്റ്റ് തരാണ്ടിരുന്നാലും ഒന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ല. കാരണം എന്താണെന്നറിയോ, ഞാനൊരു തീപ്പെട്ടിക്കൊള്ളിക്ക് പോലും ഒരാളിന് ശല്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളല്ല, ഒരാളെ ആശ്രയിക്കുന്ന ആളുമല്ല. ഇന്നലെ നാളത്തെ കാര്യം പറയാൻ പറ്റില്ല കേട്ടോ, മനുഷ്യൻ്റെ അവസ്ഥയുണ്ട്. നാളെ ഇന്നിപ്പോൾ ആരെയും ആശ്രയിക്കാണ്ട് ജീവിക്കുന്നുണ്ട്, ഞാൻ ആരും ചിലവിലല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വെല്ലുവിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരാളെ ചിലവിലാവാൻ അത്ര അധികം നേരമൊന്നും വേണ്ട, ഈ നിമിഷം നേരം ആയാലും മതി. ഈ നിമിഷം കൊണ്ട് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ആയിക്കൂടാന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നേരം വരെയുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്, ഈ നിമിഷം വരെയുള്ള കാര്യം പറഞ്ഞത്, നാളത്തെ കാര്യമല്ല കേട്ടോ. അപ്പോൾ ആരും മിണ്ടാണ്ടിരുന്നാലും വരാതിരുന്നാലും പിന്നെ ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പ്രശ്നമില്ല. എനിക്കതുകൊണ്ട് ഗുണമല്ലാതെ ദോഷമൊന്നും വരില്ല, ആരെന്നെ ആയാലും. അപ്പോൾ അതെന്താ കാരണം അങ്ങനെ പറയാൻ കാരണം വെച്ചെങ്കിൽ, ഞാനൊരു തീപ്പെട്ടിക്കൊള്ളിക്ക് പോലും ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളല്ല. ഒരാൾക്കും എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളെ കഷ്ടപ്പെടുത്തുന്ന ആളല്ല. പിന്നെ ആരെയും ഇങ്ങനെ നിരന്തരം ചെന്ന് ശല്യം ചെയ്യുന്ന ആളല്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചെന്നിട്ട് നമ്മളിങ്ങനെ ഒരാളെ ബുദ്ധിമുട്ടിക്കുക, ഓരോ സാധനങ്ങൾ വാങ്ങിക്കാൻ ചെന്നിട്ടും അതുപോലെ പൈസ കടം വാങ്ങാൻ ചെന്നിട്ടും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് എപ്പോഴും നമ്മളിങ്ങനെ ഒരാളെ അങ്ങനെയുള്ളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെപ്പോഴും ഒരാളിങ്ങനെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ട് തന്നെ പിന്നെ അവർ ഇങ്ങോട്ട് വരികയെന്നല്ലാതെ ഞാനൊരാളായിട്ട് അങ്ങോട്ട് ഉണ്ടാക്കണ ആളല്ല. അതുകൊണ്ട് തന്നെ നമ്മളോട് മിണ്ടിയില്ലെങ്കിൽ, നമ്മൾ മൈൻഡ് ചെയ്തില്ലെങ്കിൽ, നമ്മളെ വിളിച്ചില്ലെങ്കിൽ, എന്നോട് മിണ്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വരാതിരുന്നാലൊന്നും എന്നെ സംബന്ധിച്ചുള്ള ഒരു വിഷയമേ അല്ലാതെ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ അത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് ആർക്കെങ്കിലും പിന്നെ അത് ഞങ്ങളെക്കുറിച്ചാണ് ആ പറഞ്ഞത് എന്ന് ആർക്കെങ്കിലും തോന്നി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നായിട്ട് മിണ്ടാതിരിക്കുക അല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാതിരിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഉണ്ടായിട്ടില്ല, ഉണ്ടായാലോ എന്ന് പറയണ്ട. അപ്പോൾ അതുകൊണ്ട് വന്നില്ലെങ്കിലും മിണ്ടിയില്ലെങ്കിലും ഒന്നൊരു പ്രശ്നമില്ല എന്ന് പറയാണ്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്, നമ്മളൊക്കെ കണ്ണിന് കാഴ്ച ഉണ്ടല്ലോ, ചെവിക്ക് കേൾവിയുണ്ട്, നമ്മൾ പലതും കാണും പലതും കേൾക്കും ഒക്കെ ചെയ്യും. അപ്പോൾ അതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാനുണ്ടാവും. പറഞ്ഞാൽ കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ട് സോഷ്യൽ മീഡിയ ആകുമ്പോൾ ഇങ്ങനെ വന്നിട്ടെന്ന് പറഞ്ഞ് ആരെങ്കിലൊക്കെ കേൾക്കുമായിരിക്കും. ഒക്കെ ശരി അല്ല, ഞാൻ പറയുന്നതൊക്കെ ശരിയാണെന്നൊന്നും ഞാൻ വാദിക്കണമെന്നില്ല, പക്ഷേ ഞാനിങ്ങനെ പറയുന്നത് മാത്രം. ഇപ്പോൾ മറ്റേ ഇത് വൈറലായിട്ടുണ്ടല്ലോ, എന്ത് ഈ ഒറ്റ ഒരു വരി കട്ടയിൽ ഇത് പണിതാൽ റോഡ് ഹൈവേ പിന്നെ നിലം നിൽക്കുമെന്ന്, അല്ല അത് നിൽക്കുമെന്ന്, ആ ഒരു കട്ടയുമ്പോൾ ആ റോഡ് നിൽക്കുമെന്ന് ആ ഒരു ചെക്കന്, അതൊരു മലപ്പുറത്തുള്ള ഒരു ചെക്കൻ്റെ വീഡിയോയിൽ അത് ആ ഒരു ഇത് വൈറലായിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു സംശയം എനിക്കും ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഈ ഹൈവേ ഒക്കെ വരഞ്ഞിട്ട് മുന്നേ നമ്മൾ തൃശ്ശൂർ പാലക്കാട് റൂട്ടിൻ്റെ ഒരു റോഡുണ്ടല്ലോ, ഇങ്ങനെ ഒറ്റവരി അങ്ങനെ കട്ട കെട്ടിയിട്ടുള്ള ഒരു റോഡുണ്ടല്ലോ. അത് പിന്നെ തൃശ്ശൂരിന് പീച്ച് ഡാമിന് പോകുമ്പോൾ
ഒരു 2 കൊല്ലം മുന്നേ ഞങ്ങളൊരു ബീച്ചിക്ക് പോയി. 2 കൊല്ലം ബീച്ചിക്ക് പല പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഒരു 2 കൊല്ലം മുന്നേ പോയപ്പോൾ ആ റോഡിൻ്റെ സർവീസ് റോട്ടിൽ കൂടെയാണ് പോയത്. അപ്പോൾ അത് ഇത്രയും ഉയരം കണ്ടിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് മനസ്സിൽ, ഇതിങ്ങനെ നിൽക്കുമോ, അത് ആൾക്കാർ മെൽക്ക് വീഴുമോ എന്നൊക്കെ മനസ്സിലങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഹൈവേ പണിയുമ്പോഴും നമ്മൾ അങ്ങനത്തെ ഒക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ ആരോടും പറഞ്ഞില്ല, അതുകൊണ്ട് ആരും അറിഞ്ഞില്ല. അന്ന പോലെ അങ്ങനെ ഇനി പറഞ്ഞാത്തതുകൊണ്ട് അറിഞ്ഞില്ല എന്ന് പറയണ്ട വെച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. ഏതെങ്കിലും കാലത്ത് വയറിലായാലും വിചാരിച്ചിട്ട് പറഞ്ഞു വെക്കുകയാണ്. അല്ലാണ്ട് ഇപ്പോൾ അത് ശരിയാണെന്ന് വെച്ചിട്ട് പറയുന്നില്ല. ചിലപ്പോൾ അവൻ അന്ന് പറഞ്ഞപ്പോൾ അത് ആരും മൈൻഡ് ചെയ്തില്ല. ഇപ്പോൾ റോഡ് പറഞ്ഞപ്പോഴാണ് അവൻ്റെ ആ ഒരു ഇത് വൈറലായത്. അതുപോലെ അങ്ങനത്തൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ ഓക്കെ, എന്നാൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിനം ആശംസിക്കുന്നു. അപ്പം എൻ്റെ ജോലി ഇതാണ് കേട്ടോ. എല്ലാവരോടും അച്ചാർ പണിയാണ് എനിക്കുള്ളത്.